പ്രണയതാണ്ഡവം. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 14. വൈകുന്നേരത്തെ പലഹാരത്തിന് എന്തുണ്ടാക്കണമെന്ന് ശങ്കരനോട് ചോദിക്കുകയായിരുന്നു ബാല. അവർക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല മോളെ, എന്തുണ്ടാക്കി കൊടുത്താലും കഴിക്കും. ഇവിടെ കഴിക്കാനൊന്നും ഇരിപ്പില്ലല്ലോ ശങ്കരമ്മാവ. നമുക്ക് ആ പറമ്പിൽ പോയി 2 മൂട് കപ്പ ഇങ്ങെടുത്താലോ? അതിനെന്താ, നീ ഒരു കുട്ടയും എടുത്തു വാ. ശങ്കരമ്മാവൻ പിന്നാമ്പുറത്തു കൂടി ഇറങ്ങുമ്പോൾ തൊട്ടു പിന്നാലെ തന്നെ ബാലമുറവുമായി ഇറങ്ങി. 2 പേരും കൂടി പോകുന്നത് മുകളിൽ നിന്ന് ആദി കണ്ടു. ശങ്കരമ്മാവനോട് എന്തൊക്കെയോ വാദോരാതെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ബാല. അതിനൊക്കെയുള്ള മറുപടിയായിരിക്കണം ശങ്കരേട്ടനും തിരികെ പറയുന്നത്. അല്പം താഴോട്ടിറങ്ങി കപ്പ നിൽക്കുന്ന ഇടത്ത് ശങ്കരമ്മാവൻ ഒരു മൂട് കപ്പ വലിച്ചു പിഴുതെടുത്തു. അപ്പോൾ തന്നെ ബാല അതിലെ മണ്ണ് കുടഞ്ഞു കളഞ്ഞ് ഒടിച്ചു മുറത്തിൽ വച്ചു. അടുത്ത മൂട് കപ്പ ശങ്കരമ്മാവൻ ഒറ്റയ്ക്ക് പിഴുതപ്പോൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സഹായത്തിന് ബാലയും കൂടി ചെന്നു. 2 പേരും കൂടിയാണ് ആ മൂട് വലിച്ചിളക്കിയത്. അതിൽ നിന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കപ്പ കിട്ടി. 2 പേരും കൂടി സംസാരിച്ച് കപ്പയുമായി അകത്തേക്ക് കയറി വന്നു. കിണറ്റിൻകരയിൽ വെച്ച് വലിയ ചരുവത്തിൽ തൊട്ടിയിൽ വെള്ളം കോരിയൊഴിച്ച് കപ്പ നന്നായി ഉലച്ച് കഴുകിയെടുത്തു. ഇനി അരിഞ്ഞു കഴിഞ്ഞതിൽ പിന്നെ ഒന്നുകൂടി കഴുകാം. മുറവുമായി നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഒരു ചരുവത്തിലേക്ക് കപ്പ വെട്ടി അരിഞ്ഞു വെച്ചു. അതിനെ 2-3 വെള്ളം കഴുകി വാരി അടുപ്പിലും വെച്ചു. ചെറിയൊരു പാത്രവും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി കുറച്ച് കാന്താരി പൊട്ടിച്ചതും ഉള്ളിയും ചേർത്ത് ചതച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചു മാറ്റി വെച്ചു. സാധനങ്ങളൊന്നും ഇരിപ്പില്ല. മോനൂട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഒരു ഏത്തങ്കായ പഴുത്തിരിക്കുന്നത് കണ്ടത് ഉടനെ തന്നെ അതിനെ തൊലിമാറ്റി അല്പം പാലൊഴിച്ച് വേവിച്ചെടുത്തു. കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് നെയ്യും ചേർത്ത് ഇളക്കി മാറ്റി. ചായയും ചേർത്ത് കഴിക്കാനുള്ളതും എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചാണ് എല്ലാവരെയും വിളിച്ചത്. മംഗളത്തമ്മയെ വീൽചെയറിലിരുത്തി ആദ്യം തന്നെയാണ് കൊണ്ടുവന്നത്. ഇവിടെ വന്നതിൽ പിന്നെ അമ്മയ്ക്ക് എല്ലാത്തിനും ഒരു ഉത്സാഹക്കുറവുണ്ട്. കുറച്ചു നേരം കൊണ്ടാണെങ്കിലും ആ മാറ്റം അവന് മനസ്സിലായി. ആഹാ, ഈ നേരത്തിനിടയ്ക്ക് മോൾ ഇതൊക്കെ ഉണ്ടാക്കിയോ? കപ്പയും ചമ്മന്തിയും ചായയും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷം തോന്നി. ഇതൊക്കെ എല്ലാവരും കഴിക്കുമോയെന്നറിയില്ല. ഇവിടെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കു പറഞ്ഞാൽ ഇവിടെ വന്നതിൽ പിന്നെയാണ് ഇതൊക്കെ കാണുന്നതും കഴിക്കുന്നതും തന്നെ. അവിടെയൊന്നും ഇതൊന്നും കാണാൻ കിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ വാങ്ങിച്ചാര് കറി വയ്ക്കാനാണ്? ബാല തന്നെ 3 പേർക്കും കഴിക്കാനുള്ളത് വിളമ്പി വെച്ചു. മോളെന്താ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് കഴിക്കാത്തത്? എന്തുണ്ടെങ്കിലും ഞങ്ങൾക്കൊപ്പം ഇവിടെ ഇരുന്ന് കഴിക്കണം. പിന്നീട് കഴിക്കാനായി മാറിയിരിക്കേണ്ട. വേണ്ടമ്മേ, എനിക്കിപ്പോൾ വേണ്ട. കുഞ്ഞുണർന്ന് കരയുന്നത് കേട്ടപ്പോൾ അവനെ എടുക്കുന്നതിനായി ആദി എഴുന്നേറ്റു. സാർ അവിടെ ഇരിക്കൂ, മോനെ ഞാൻ എടുക്കാം. പറയുന്നതിനോടൊപ്പം തന്നെ വേഗം മംഗലത്തമ്മയുടെ മുറിയിലേക്ക് പോയി കുഞ്ഞിനെ വാരിയെടുത്തു. ബാലയെ കണ്ടപ്പോൾ തന്നെ മോങ്കുട്ടൻ്റെ കരച്ചിൽ മാറി. കുഞ്ഞിനെയും എടുത്ത് നേരെ അടുക്കളയിലേക്ക് പോയി. ശങ്കരമ്മാവനെ കൊണ്ട് പശുവിൻ പാൽ നേരത്തെ വാങ്ങിച്ചു വച്ചിരുന്നു. അതിനെ തിളപ്പിച്ച് പഞ്ചസാര ചേർത്ത് വച്ചിരുന്നതും കുഞ്ഞിനു വേണ്ടി ഉണ്ടാക്കിയ പഴനുറുക്കുമെടുത്ത് എല്ലാവർക്കുമൊപ്പം ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. മോനൂട്ടന് വേണ്ടി വാങ്ങിയ പശുവിൻ പാലാണമ്മേ, അവന് കൊടുക്കട്ടെ? അമ്മ സമ്മതമെന്നവണ്ണം തല ചലിപ്പിച്ചതും ചെറു ചൂടോടുകൂടി കുഞ്ഞിന് പാലും സ്പൂണിൽ കോരി പഴനുറുക്കും അവനെ കൊണ്ട് കഴിപ്പിച്ചു. ബാല ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ആദിയും മംഗലത്തമ്മയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. മോനൂട്ടനെ ആദിയും അമ്മയും അല്ലാതെ ആരും ഇത്രമാത്രം ശ്രദ്ധിച്ചിട്ടില്ല. ആദ്യമായി കണ്ട പെൺകുട്ടിക്ക് ഒരു കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ നോക്കാൻ കഴിയുമോ? എല്ലാവർക്കും അതിശയമായിരുന്നു ബാല. രാത്രിയിലത്തേക്ക് ചപ്പാത്തിയും ഉണ്ടാക്കി വെച്ചു. ഏകദേശം 6 മണിയായപ്പോൾ ബാല വീട്ടിലേക്ക് പോകാനായി ഇറങ്ങി. പോകുന്ന വിവരം പറയുന്നതിനായി അവൾ മംഗലത്തമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അമ്മേ, രാത്രി അത്താഴത്തിനുള്ളത് ഒരുക്കി വെച്ചിട്ടുണ്ട്. മോള് പോകുമ്പോൾ ഉച്ചത്തെ ഭക്ഷണമോ കപ്പയോ ഒക്കെ എടുത്തുകൊണ്ട് പോകണം. ഇവിടെ വെച്ചിരുന്നാൽ അതെല്ലാം ചീത്തയായി പോവുകയേ ഉള്ളൂ. ഇനി ആരും അതൊന്നും കഴിക്കാനില്ല. എനിക്ക് മാതിക്കും രാത്രത്തേക്ക് ചപ്പാത്തി ഉണ്ടല്ലോ, അത് മതി. മോനൂട്ടന് കൊടുക്കുന്നതിന് ഞാനൊരു ദോശ ഉണ്ടാക്കി വച്ചിട്ടുണ്ടമ്മ. എന്നാൽ പിന്നെ മോൾ ഇറങ്ങാൻ നോക്ക്. ഇനിയും നിന്നാൽ നേരം വൈകും. ആ ചോറും കൂട്ടാനുമൊക്കെ മോള് കൊണ്ടുപോകണേ. അവർ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ബാല എല്ലാ സാധനങ്ങളും ഒരു ബാഗിനുള്ളിലാക്കി എടുത്തു. ബാല പോകുന്നത് നോക്കി മംഗലത്തമ്മ അങ്ങനെ ഇരുന്നു.
എന്നാൽ പിന്നെ ഞാനും ഇറങ്ങട്ടെ മംഗലത്തമ്മ. ഇപ്പോൾ തന്നെ നേരം ഒരുപാടായി. ഉച്ചയ്ക്ക് ബാലമോൾ ഉണ്ടാക്കിയ ചോറും കൂട്ടാനും ഒക്കെ തിന്നത് കാരണം വീട്ടിലേക്ക് പോയില്ല. ഇനി സരോജത്തിൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കണം. നാളെയും ആ കുട്ടി വരുമല്ലോ ശങ്കര. അതെന്ത് ചോദ്യമാ മംഗലത്തമ്മേ? ആ കൊച്ചു പാവമാണ്. ഞാൻ പറഞ്ഞതല്ലേ അതിൻ്റെ കാര്യങ്ങളെല്ലാം. മനസ്സ് നിറയെ നന്മയുള്ള കുഞ്ഞാണ്. ഈശ്വരൻ അതിനൊരു ഗതി കൊടുത്താൽ മതിയായിരുന്നു. ഈ പെടുന്ന കഷ്ടപ്പാടിനൊക്കെ. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മയും എത്തിയിട്ടുണ്ട്. ബാലയുടെ കയ്യിലിരുന്ന ബാഗ് കണ്ടപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടൻ ഓടി വന്ന് അത് വാങ്ങി അകത്തേക്ക് പോയി. ഉണ്ണിക്കുട്ടൻ ബാഗുമായി അകത്തേക്ക് പോയി അതിൽ നിന്നും ഭക്ഷണമെല്ലാം പുറത്തേക്കെടുത്തു. പുറത്തുനിന്ന് അമ്മയോട് സംസാരിച്ച് നിന്ന ബാലയെ അവൻ അകത്തേക്ക് വിളിച്ചു. ചേച്ചി, വന്ന് ഉണ്ണിക്കുട്ടനെ കഴിക്കാനെടുത്തതാ, വിശക്കുന്നു. അവൻ പാത്രവുമായി ബാലയുടെ മുന്നിൽ വന്ന് നിന്നപ്പോൾ അവൾ ആദ്യം അമ്മയെയാണ് നോക്കിയത്. എന്താ അമ്മ, ഇന്നിവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? അമ്മ തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ താമസിച്ചു പോയോ? ഞാൻ കുറച്ചു മുന്നേ വന്ന് കയറിയതേ ഉള്ളൂ. രാവിലെ ഉണ്ടാക്കിയതല്ല, ഉച്ചയോടുകൂടി തീർന്നു പോയില്ലേ? ലക്ഷ്മിക്ക് ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞതാണ് എന്തെങ്കിലും എടുത്ത് വൈകുന്നേരം ഉണ്ണിക്കുട്ടൻ വരുമ്പോൾ കഴിക്കാൻ ഉണ്ടാക്കി വെക്കണമെന്ന്. അവൾ വന്ന പാടെ ഫോണുമായി കിടപ്പു തുടങ്ങിയതാണ്. ആ കുഞ്ഞിനൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല. ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ബാലയ്ക്കത് കേട്ടപ്പോൾ ദേഷ്യം ഇരച്ചു കയറി. അവൾ വേഗം ഉണ്ണിക്കുട്ടനുള്ള ഭക്ഷണം എടുത്തു കൊടുത്തപ്പോഴേക്കും റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നു ലക്ഷ്മി. ബാലയെ കണ്ട ഭാവം പോലും കാണിക്കാതെ അവൾ പാത്രമെടുത്ത് ഭക്ഷണം വിളമ്പി. നിനക്ക് എത്ര വയസ്സായെന്നറിയാമോ ലക്ഷ്മി? ആ കുഞ്ഞ് സ്കൂളിൽ നിന്നും വിശന്ന് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് നിനക്ക് തോന്നിയില്ലേ? ഞാനും സ്കൂളിൽ പോയി തളർന്നാണ് വരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അവിടുത്തെ അടുക്കള പണിയും കൂടി ചെയ്യാൻ വയ്യ. എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പോകണം. എനിക്കിനി ഇവിടുത്തെ അടുക്കള പണിയും കൂടി ചെയ്യാൻ പറ്റില്ല. അടുക്കളപ്പണി ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഈ കൊണ്ടുവന്ന് വയ്ക്കുന്നതൊന്നും നീ എടുത്ത് കഴിക്കാൻ വരരുത്. സ്വന്തമായി ഉണ്ടാക്കി കഴിക്കണം. സുമ അത് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കയ്യിലിരുന്ന പാത്രം നിലത്തേക്ക് വലിച്ചെറിഞ്ഞു ലക്ഷ്മി. ഓ, മോള് സമ്പാദിച്ചുകൊണ്ട് വന്നതുകൊണ്ടായിരിക്കും എന്നോട് കഴിക്കരുതെന്ന് പറയുന്നത്. എനിക്ക് വേണ്ട നിങ്ങളുടെ ആഹാരം. ആഹാരത്തിൻ്റെ പാത്രം തട്ടിയെറിയാൻ പോയവളുടെ കവിളിലേക്ക് സുമ ആഞ്ഞടിച്ചു. നിന്റെ അഹമ്മതി ഇപ്പോൾ ഒരുപാടായി, ഞാൻ സഹിക്കുന്നു. പെൺകുട്ടികൾക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. അമ്മയെയും ബാലയെയും നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി റൂമിനകത്ത് കയറിപ്പോയി. എന്തിനാ അമ്മ അവളെ അടിച്ചത്? അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ലേ? ബാലയ്ക്ക് ലക്ഷ്മി കഴിക്കാതെ പോയപ്പോൾ വിഷമം തോന്നി. അവളുടെ അഹമ്മതി ഓർത്ത് നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല. പെൺകുട്ടികൾക്ക് ഇത്രയും ധിക്കാരം പാടില്ല. കുറച്ച് നാളായി ഞാൻ കാണുന്നു അവളുടെ സ്വഭാവത്തിലെ ഈ മാറ്റം. നിന്നോട് എന്തിനാ ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? വേണ്ട വേണ്ടെന്ന് വയ്ക്കുമ്പോൾ പെണ്ണിന് അഹമ്മതി കൂടി വരികയാണ്. മോളിങ്ങോട്ട് വാ, അമ്മ ചോദിക്കട്ടെ. ഉണ്ണിക്കുട്ടൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് ബാല അമ്മയുടെ അടുത്തിരുന്നു. അവിടെയുള്ളവർ മനസാക്ഷിയുള്ള കൂട്ടത്തിലാണോ മോളെ? സുമയ്ക്ക് ആദ്യം അറിയേണ്ടത് അതായിരുന്നു. വളരെ പാവം പിടിച്ച ഒരമ്മയാണ്. പിന്നെ 1 വയസ്സുള്ള കുഞ്ഞു കൊച്ചും. ആ സാറിൻ്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. അതിൻ്റെ അമ്മയൊന്നും വന്നില്ലേ? നീ ചോദിക്കാത്തതെന്താ? അതൊക്കെ അവരുടെ കാര്യമല്ലേ അമ്മേ. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ട. നമ്മുടെ ജോലി ചെയ്യുക, പോരുക, അതാണ് നല്ലത്. എന്നോട് കഴിക്കാനൊക്കെ അവരോടൊപ്പം പിരിക്കാൻ പറഞ്ഞു. പിന്നെ ജോലിയിലും ശങ്കരമാവൻ സഹായിക്കും. പണ്ട് ഉണ്ണിക്കുട്ടൻ ഇരുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് അവിടുത്തെ മോനും. തക്കുടുവാണ്. ഭക്ഷണമൊന്നും അവിടെ വയ്ക്കേണ്ട, എല്ലാം എടുത്തേക്കാൻ അവിടുത്തെ അമ്മ പറഞ്ഞത്. നല്ല സ്നേഹമാണ്. വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നുമില്ല. എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ കഷ്ടപ്പാട് കണ്ട് ഈശ്വരൻ അയച്ചതായിരിക്കും അവരെ. എന്നാലും ഞാനിവിടെ എത്തി ഇത്ര നാളായി ഇട്ടും നിനക്ക് ഇങ്ങോട്ട് കാണാത്തത് വലിയ കഷ്ടമാണ്. അമ്മ വന്നിട്ട് ആദ്യം തിരക്കിയത് നിന്നെയാണ്. ഇത്രയും വലിയ തിരക്കാണോടാ നിനക്ക്? ആദ്യ കാര്യമായി ആരോടോ ഫോണിൽ സംസാരിക്കുന്നു. 10-20 മിനിറ്റ് നീണ്ടു നിന്ന സംസാരത്തിന് ശേഷം ആദ്യം അമ്മയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും മോനൂട്ടൻ ഉറക്കമായി. ആ കൊച്ചിൻ്റെ ശമ്പളം എത്രയാണെന്നാ നീ പറഞ്ഞത്? ശരിക്കും പറഞ്ഞാൽ ആദ്യം അപ്പോഴാണ് അതിനെക്കുറിച്ച് ഓർത്തത് തന്നെ. അതിനെക്കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞില്ലമ്മേ, അതാണ് സത്യം. നാളെ ശങ്കരേട്ടൻ വരുമ്പോൾ എന്തായാലും ചോദിക്കാം. കാര്യമായി എന്തെങ്കിലും കൊടുക്കണം മോനെ. സത്യം പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തായിരുന്നു എനിക്ക് സങ്കടം അത്രയും. എനിക്കാണെങ്കിൽ വയ്യാതിരിക്കുകയല്ലേ. അവൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കുമെന്നായിരുന്നു. എന്നാൽ മോലൂട്ടൻ ബാലയുമായി ഇത്രയും പെട്ടെന്ന് അടുക്കുമെന്ന് ഞാൻ കരുതിയില്ല.
നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെയും പിടിച്ചു നിർത്തണ്ടമ്മ. ആ കൊച്ചിനെ വേറെ എന്തെങ്കിലും ജോലി ശരിയായാൽ അത് പൊയ്ക്കോട്ടെ. നമുക്ക് വേറെ ആരെയെങ്കിലും നിർത്താം. ഇവിടുത്തെ അംഗൻവാടിയിൽ ടീച്ചർ ജോലിക്ക് പോയിരുന്ന കൊച്ചാണ് ഇപ്പോൾ ഇവിടെ അടുക്കളപ്പണിക്ക് നിൽക്കുന്നത്. എനിക്കതിനെ കാണുമ്പോൾ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. വയസ്സ് 23 മറ്റോ ആണെങ്കിലും കണ്ടാൽ തോന്നില്ല. ഇവിടുത്തെ പ്രസിഡന്റിനോടൊക്കെ അതിൻ്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് ശങ്കരേട്ടൻ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ശരിയാവുകയാണെങ്കിൽ അത് പൊയ്ക്കോട്ടെ. ഞാൻ ഏജൻസിയിൽ വിളിച്ച് ആളിനെ അന്വേഷിക്കാൻ ഏർപ്പാടാക്കാം. എന്തായാലും നീ എടുത്തു ചാടി തീരുമാനമൊന്നും എടുക്കേണ്ട. ആ കുഞ്ഞിന് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കട്ടെ. ശങ്കരൻ പറഞ്ഞത് അതിൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ ഏകദേശം എനിക്കറിയാം. അതുകൊണ്ട് തീരുമാനമൊക്കെ നമുക്ക് പിന്നീട് എടുക്കാം. ശങ്കരേട്ടൻ എന്താ അമ്മയോട് പറഞ്ഞത്? അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ആദിക്ക് ഫോൺ വന്ന് അവൻ ഫോണുമായി പുറത്തേക്കിറങ്ങി. അടുക്കളയിൽ തകൃതിയായി ജോലി ചെയ്യുകയാണ് ബാല. കുഞ്ഞുണരും മുമ്പ് എല്ലാ ജോലിയും തീർത്തു വെച്ച് പിന്നെയുള്ള സമയം അവനോട് ചെലവഴിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതുകൊണ്ടാണ് ഈ വെപ്രാളമൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ശങ്കരമാവൻ സഹായിക്കാനായി വരുമെങ്കിലും അവൾ അയാളെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കി. ഇവിടെ ഇപ്പോൾ എനിക്ക് ചെയ്യാവുന്ന ജോലികളേ ഉള്ളൂ. അതുകൊണ്ട് ശങ്കരമാവൻ അവിടെ പോയി ഇവിടുത്തെ അമ്മയോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കുക. കാല് സുഖമില്ലാത്തത് കൊണ്ട് തനിയെ ഇരുന്ന് മുഷിഞ്ഞു കാണും. ചെല്ല്, അവൾ പറഞ്ഞപ്പോൾ ശങ്കരമാവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഉള്ളിത്തീയലും പയറുതോരനും മുട്ട ഓംലേറ്റും പിന്നെ കുറച്ച് സാലഡും കൂടി ഉണ്ടാക്കി വെച്ചു. കുഞ്ഞിന് വേണ്ടി ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചുടച്ച് പരിപ്പും കൂട്ടി ചോറെടുത്തു. ജോലിയൊക്കെ ഒരുവിധം തീർത്ത് കഴിഞ്ഞിട്ടാണ് ബാല മംഗലത്തമ്മയുടെ അടുത്തേക്ക് വന്നത്. ഇന്നലെ വന്നതിന് ശേഷം മേല് കഴുകിയതല്ലാതെ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടില്ല. കുഞ്ഞിനെ എങ്ങനെ അമ്മയെ കുളിപ്പിക്കാവോ? ബാല ചോദിക്കുമ്പോൾ മംഗലത്തമ്മ അവളെ നോക്കി. മോൾക്ക് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ അറിയാമോ? പണ്ട് ഉണ്ണിക്കുട്ടനെ ഞാനാണ് സ്ഥിരമായി കുളിപ്പിച്ചിരുന്നത്. കൈമാറി കുളിപ്പിച്ചാൽ ഇവിടുത്തെ മോനൂട്ടന് പനി വരുമോ? സംശയത്തോടെയുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ മംഗലത്തമ്മ ചിരിച്ചു. അവൻ അങ്ങനെ കുഴപ്പമൊന്നും ഇതുവരെ ഇല്ല. മോൾക്ക് പറ്റുമെങ്കിൽ കുളിപ്പിക്ക്. ഞാൻ പിന്നെ നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് പറയാതിരുന്നത്. എന്നാൽ ഞാൻ മോന് എണ്ണ തേച്ചു കൊടുക്കട്ടെ, ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ആദ്യം അവളെ ഏൽപ്പിച്ച ബോക്സിൽ നിന്നും കുഞ്ഞിൻ്റെ പുറത്ത് തേക്കാനുള്ള ബേബി ഓയിൽ എടുത്തു. നിലത്ത് വിരിച്ച പായയിൽ കുഞ്ഞിനെ ഇരുത്തി അവൾ അവൻ്റെ ശരീരത്തിൽ ഓയിൽ തേച്ച് പിടിപ്പിച്ചു. മോനൂട്ടനിടയ്ക്ക് അവളുടെ കയ്യിൽ നിന്നും ബോട്ടിൽ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ കുറച്ചു നേരം മോനൂട്ടനെ നോക്കണേ, ഞാൻ കുളിപ്പിക്കാനുള്ള വെള്ളം തണുപ്പ് മാറ്റാൻ വെച്ചിട്ട് വരാം. കൈ നന്നായി തുടച്ചുകൊണ്ട് ബാല അകത്തേക്ക് പോയി. ഇത്രയും ഐശ്വര്യവും അടക്കവും ഒതുക്കവുമുള്ള ഒരു കുട്ടിയെ ഇപ്പോഴത്തെ കാലത്ത് കാണാൻ കിട്ടുമോ? മംഗലത്തമ്മയ്ക്ക് ബാലയുടെ ഓരോ പ്രവൃത്തിയും അതിശയമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മംഗലത്തമ്മേ, ആ കൊച്ചു പാവമാണ്. അതിനെ എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബാല തിരികെ വന്നു. അവൾ മംഗലത്തമ്മയുടെ വീൽ ചെയർ തള്ളി കുഞ്ഞിനെ കുളിപ്പിക്കാൻ വെള്ളം റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് അവരെ കൊണ്ടിരുത്തി. ഷീറ്റുമെടുത്ത് മോനൂട്ടനുമായി വന്നു. കുഞ്ഞിനെ ഷീറ്റിലിരുത്തി ചെറിയ ചൂടുവെള്ളം അവൻ്റെ ശരീരത്തിലേക്കൊഴിച്ച് നന്നായി സോപ്പ് പതപ്പിച്ച് തേച്ച് അവനെ കുളിപ്പിച്ചെടുത്തു. അവൾ ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പരിചയമുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെയുണ്ട്. ശങ്കരനും മംഗലത്തമ്മയും കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും നോക്കിയിരുന്നു പോയി. മോനൂട്ടൻ അവളുടെ മുഖം മുഴുവനും കൊച്ചരി പല്ലുകൊണ്ട് കടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്ന തിരക്കിലാണ്. ബാല എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കുഞ്ഞിനെ ഭംഗിയായി തുടച്ചെടുത്ത് അവൻ്റെ ശരീരം ഉണങ്ങിയ ടവൽ കൊണ്ട് പൊതിഞ്ഞു വെച്ചു. ഉച്ചിയിൽ തിരുമ്മി അവനെ ബേബി പൗഡറും ഇട്ട് നിക്കറും ഇടിയിച്ച് മംഗലത്തമ്മയെ ഏൽപ്പിച്ചു. അടുക്കളയിലേക്ക് പോയ ബാല കുഞ്ഞിനുള്ള ആഹാരവുമായാണ് പിന്നെ പുറത്തേക്ക് വന്നത്. അവനെ ഇടുപ്പിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാട്ടി അവൾ ആ ചോറ് കഴിപ്പിച്ചു. കുളിയും ആഹാരവും ഒക്കെ കഴിഞ്ഞപ്പോൾ മോനൂട്ടന് ഉറക്കം പിടിക്കാൻ തുടങ്ങി. തോളിൽ കിടത്തി അവനെ തട്ടി ഉറക്കിയ ശേഷം മംഗലത്തമ്മയുടെ കട്ടിലിൽ കൊണ്ട് കിടത്തി. ഇതൊക്കെ കണ്ട് മംഗലത്തമ്മയുടെ മനസ്സ് നിറഞ്ഞു. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു. ശങ്കരമ്മാവനും മംഗലത്തമ്മയ്ക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ അവർ അവളെയും ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. എന്നാൽ തനിക്കിപ്പോഴൊന്നും വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് ബാല ഒഴിവായി. അവർ കഴിച്ച പ്ലേറ്റും മറ്റും കഴുകി മാറ്റുമ്പോഴാണ് ശങ്കരമ്മാവൻ അടുക്കളയിലേക്ക് വന്നത്. കുറച്ചു മുന്നേ ആദിക്കുഞ്ഞ് വിളിച്ചിരുന്നു, മോളെ, ആരോ ഒരാൾ ഭക്ഷണം കഴിക്കാനുണ്ട്, ബുദ്ധിമുട്ടാകുമോ എന്ന്. ഇല്ല ശങ്കരമ്മാവ, ചോറും കറിയും ഒക്കെ ഇരിപ്പുണ്ട്. എന്നാൽ ഞാൻ അതൊന്ന് കുഞ്ഞിനെ വിളിച്ച് പറയട്ടെ.
ആദിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ശങ്കരമാവൻ അടുക്കളയിലേക്ക് വന്നു. ഇന്നലെ വീട്ടിൽ ചെല്ലുമ്പോൾ സരോജം വെട്ടുകത്തി എടുത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ മോൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചതിനെ പറ്റി പറഞ്ഞപ്പോൾ അവൾക്ക് മോളെ കണ്ടേ പറ്റൂ. ഒരു ദിവസം ഇവിടേക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മംഗലത്തമ്മയും അന്വേഷിച്ചവളെ. ചാട്ടവും ബഹളവും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആള് പാവമാണ്. സരോജത്തെക്കുറിച്ച് പറയുമ്പോൾ ശങ്കരമ്മാവൻ ഇപ്പോഴും നാണമാണ്. ബാലയ്ക്കത് കണ്ടപ്പോൾ ചിരി വന്നു. മക്കൾ രണ്ടുപേരും അടുത്തില്ലല്ലോ. അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് പണ്ട് മുതലേ ഉള്ള നിർബന്ധമാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരുമിച്ചാവണമെന്ന്. പണ്ടൊക്കെ ഞാൻ അവളോടൊപ്പം മാത്രമേ കഴിക്കൂ. ഇപ്പോൾ മോൾ വന്നതിന് ശേഷമാണ് ആ ശീലം അല്പം മാറിയത്. സരോജയ്ക്ക് എന്നോട് ദേഷ്യമാവോ ശങ്കരമ്മാവ? മോളോട് ആർക്കെങ്കിലും ദേഷ്യം തോന്നുമോ? അങ്ങനെയൊന്നുമില്ല. പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടപ്പോൾ ശങ്കരമ്മാവൻ പുറത്തേക്കിറങ്ങി. ആദിക്കുഞ്ഞും കൂട്ടുകാരനും വന്നിട്ടുണ്ട്. മോൾ ഒരു കാര്യം ചെയ്യ്, കഴിക്കാൻ വിളമ്പി വെക്ക് പറഞ്ഞുകൊണ്ട് അയാൾ തിരികെ പോയി. ബാല കഴിക്കാനുള്ളതെല്ലാം വിളമ്പി ഡൈനിങ് ടേബിളിൽ വെച്ചു. മംഗലത്തമ്മയുടെ റൂമിൽ നിന്ന് ആരുടെയോ ഉറക്കെയുള്ള സംസാരവും പൊട്ടിച്ചിരിയും കേൾക്കുന്നുണ്ട്. അവൾ വിളമ്പിയെല്ലാം വെച്ച് മാറി നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഡൈനിങ് റൂമിലേക്ക് കാലടികൾ അടുത്തടുത്ത് വരുന്നതായി കേട്ടു. ആദി കഴിക്കാനിരുന്നു. ഇടയ്ക്ക് അവൻ്റെ നോട്ടം അടുക്കളയിലേക്ക് നീണ്ടു. അപ്പോൾ കണ്ടു വാതിലിൻ്റെ മറവിൽ നിൽക്കുന്നവളെ. കുടിക്കാൻ വെള്ളം എടുത്തില്ലല്ലോ കുഞ്ഞെ. ശങ്കരമ്മാവൻ്റെ വിളി കേട്ടപ്പോഴാണ് അവൾ കയ്യിൽ വെള്ളത്തിൻ്റെ പാത്രവുമായി ഇറങ്ങിച്ചെന്നത്. കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് അവളെ നോക്കി. മുന്നിലിരിക്കുന്ന ആളെ കണ്ടപ്പോൾ ബാലയും ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവൾ ധൃതിയിൽ ആ പാത്രം ടേബിളിൽ വെച്ച് അടുക്കളയിലേക്ക് മാറി. അത് ശ്രീബാലയല്ലേ? ഹരീഷിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആദി അവനെയൊന്ന് നോക്കി. അതെ. ശ്രീബാലയെ നിനക്കങ്ങനെ അറിയാം? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ വന്നപ്പോൾ അകത്തെ ജോലിക്കൊരാളെ കിട്ടിയെന്ന്? ആ കുട്ടിയുടെ പേര് ശ്രീബാല എന്നാണോ ശങ്കരേട്ട? ആദി ശങ്കരേട്ടൻ്റെ നേർക്ക് ചോദ്യം ഉന്നയിച്ചു. ആഹാ, അത് കൊള്ളാം. അവൾ ഇവിടെ വന്ന് 2 ആഴ്ചയായിട്ടും പേര് നിനക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമാണ് ആദി. അതവിടെ നിൽക്കട്ടെ. ശ്രീബാലയെ നിനക്കെങ്ങനെ അറിയാമെന്ന് പറയൂ. ആദിക്കെന്തോ അവളെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ കൂടി. എന്തായാലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പറയാം, അതുപോരെ? ഹരീഷ് ആദിയെ നോക്കി പറഞ്ഞു. അതിഷ്ടപ്പെടാത്ത മട്ടിൽ ആദി അവനിൽ നിന്ന് മുഖം തിരിച്ച് ഭക്ഷണം കഴിച്ചു. ബാലയെ പിന്നെ ആ ഭാഗത്തേക്ക് കണ്ടതേയില്ല. തന്നെ കണ്ടിട്ടാണ് അവൾ പുറത്തേക്ക് വരാത്തതെന്ന് ഹരീഷിന് മനസ്സിലായി. അവൻ പിന്നെ അവളെ ശല്യപ്പെടുത്താനും മെനക്കെട്ടില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ആദിക്ക് അവൻ്റെ ആഗ്രഹം അടക്കാൻ കഴിഞ്ഞില്ല അവളെക്കുറിച്ച് അറിയാനുള്ള. നിനക്ക് ശ്രീബാലയെ എങ്ങനെ അറിയാമെന്ന്? ഒന്ന് പറയടാ, ഞാൻ എത്ര നേരമായി അതുതന്നെ ചോദിക്കുന്നു. ശ്രീബാല ഇവിടെ വന്നിട്ട് 2 ആഴ്ചയിൽ കൂടുതലായി എന്ന് നീ തന്നെ പറയുന്നു. എന്നിട്ട് ഇത്രയും നാളായും അവളുടെ പേര് പോലും നിനക്കറിയില്ല. അവളുടെ ഒരു ഡീറ്റെയിൽസും അന്വേഷിക്കാതെയാണോ അവളെ ഇവിടെ ജോലിക്ക് നിർത്തിയത്? ഹരീഷിൻ്റെ ചോദ്യത്തിൽ ഗൗരവം തന്നെയായിരുന്നു. ഞാൻ എന്തിനാ കൂടുതൽ അന്വേഷിക്കുന്നത്? ശങ്കരേട്ടൻ അന്വേഷിച്ചാണ് അവളെ ഇവിടെ ജോലിക്ക് നിർത്തിയത്. അത് കൊള്ളാമല്ലോ ആ ന്യായം. നീ അവളെപ്പറ്റിയുള്ള വിവരങ്ങൾ തിരക്കാൻ മെനക്കെട്ടില്ല എന്ന് പറ. അല്ലാതെ എല്ലാ പഴിയും ശങ്കരേട്ടൻ്റെ തലയിലിടാതെ. നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു വലിയ പോലീസുകാരൻ വന്നിരിക്കുന്നു. ആദിക്ക് ദേഷ്യം വന്നു ഹരീഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ദിവസം വൈകുന്നേരം എനിക്കിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വക ഒരു കോൾ ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, അതും അതിൻ്റെ അച്ഛൻ. ആ വാർത്ത കേട്ടുകൊണ്ടാണ് ഞാൻ അവിടെ വന്നപ്പോൾ സംഭവം ശരിയാണ്. 22 വയസ്സായ പെൺകുട്ടിയെ അതിൻ്റെ അച്ഛൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ആ പെൺകുട്ടി ശ്രീബാലയാണ്. ഹരീഷ് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ആദി ഞെട്ടിത്തരിച്ച് നിന്നുപോയി. സ്വന്തം അച്ഛൻ മകളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ആദിക്ക് ആലോചിച്ചപ്പോൾ തന്നെ ഞെട്ടൽ തോന്നി. സ്വന്തം അച്ഛന് മകളോട് ഇത്രയും ക്രൂരമായി പെരുമാറാൻ കഴിയുമോ? ആദി ഹരീഷിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇവിടെ ശ്രീബാലയുടെ സ്വന്തം അച്ഛനല്ല അയാൾ, രണ്ടാനച്ഛനാണ്. പക്ഷേ അന്ന് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. അടികൊണ്ട് പൊട്ടിയ ചുണ്ടും കവിളിൽ അയാളുടെ കൈവിരൽ പാടും, ശരീരത്തിൽ നോ ഹരി പ്ലീസ്. ഇല്ലടാ. അവൾ ഒരുപാട് പൊരുതി നിന്നു. തൻ്റെ ശരീരത്തെ ചീത്തയാക്കാൻ അയാളെ അനുവദിച്ചില്ല. അന്നത്തെ കാഴ്ചകൾ വളരെ ദയനീയമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അയാൾ അവളുടെ രണ്ടാനച്ഛനാണ്. ഇവളെ കണ്ടുകൊണ്ടാണ് അയാൾ ആ സ്ത്രീയെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയത്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ അയാളുടെ മനസ്സിലിരിപ്പ് എത്രമാത്രം നീചമാണെന്ന്?
അയാൾ അകത്തായി. പക്ഷെ ജയിലിൽ നല്ല നടപ്പാണെന്നാണ് അറിഞ്ഞത്. പുറത്തിറങ്ങിയാൽ അയാൾ ഉറപ്പായും അവളെ അന്വേഷിച്ചു വരും. കാരണം അത്ര പെട്ടെന്നൊന്നും ഒതുങ്ങുന്ന ആളല്ല അയാൾ. അയാളുടെ കണ്ണുകളിൽ ഇവളോടുള്ള അടങ്ങാത്ത ആഗ്രഹവും പകയുമാണ്. ഒരു കണക്കിന് അവൾ ഇവിടെ എത്തിച്ചേർന്നത് നല്ലതിനാണെന്നേ ഞാൻ പറയൂ. കാരണം അവൾക്ക് ഇവിടത്തോളം സേഫ്റ്റി വേറൊരിടത്തും കിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നീ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. പാവം, പേടിച്ചിട്ടായിരിക്കും ആരോടും ഒന്നും പറയാത്തത്. ഹരിയുടെ നോട്ടം കണ്ടപ്പോൾ ആദ്യം അവനെ നോക്കി. ഇവിടെ ഇപ്പോൾ അറിയാത്തതായി ഞാൻ മാത്രമേ കാണൂ. അമ്മയും ശങ്കരേട്ടനുമൊക്കെ എല്ലാം അറിയാം. അവരാരും എന്നോടൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അവളെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ല. അതാണ് സത്യം. പഠിക്കാൻ നല്ല മിടുക്കിയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ലീവ് വേക്കൻസിയിൽ 3 മാസം അംഗൻവാടിയിൽ ടീച്ചറുടെ ജോലിക്ക് നിർത്തിയിരുന്നു. അത് കഴിഞ്ഞപ്പോഴായിരിക്കും നിന്റെ വീട്ടിൽ വന്നത്. ഇതിന് താഴെ 2 പേര് കൂടിയുണ്ട്. പക്ഷെ അതിലാ പയ്യൻ, അവനാൾ കുഞ്ഞാണ്. ഇടയ്ക്കുള്ള അനിയത്തിപ്പെണ്ണ്, അവൾക്ക് ഇവളോട് എന്തോ പകയുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സ്വന്തം ചേച്ചിയോട് അച്ഛൻ കാണിച്ച ക്രൂരത കണ്ടിട്ടും അവൾക്ക് അത്ര വലിയ ഒന്നുമില്ലായിരുന്നു. എന്തായാലും ബാലയുടെ കാര്യം പറഞ്ഞ് നിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ വിട്ടുപോയി. നിന്റെ പുതിയ ബിസിനസ് എങ്ങനെയുണ്ട്? ഈ ഫീൽഡിൽ നീ ക്ലച്ച് പിടിക്കുമോ? ആക്കിയുള്ള ഹരീഷിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആദ്യ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആദിയുടെ ഗൗരവത്തോടു കൂടിയുള്ള നോട്ടം കണ്ടപ്പോൾ ഹരീഷ് പിന്നെ ഒന്നും ചോദിച്ചില്ല. നീ അത്രയും പാഷനോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന ജോലി ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാമിടാ. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെയുള്ള ആദിയുടെ സംസാരം കേട്ടപ്പോൾ ഹരീഷും പിന്നെ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. പുറത്തു നിൽക്കുന്നവരുടെ സംസാര വിഷയം താനായിരിക്കുമെന്ന് അറിയാവുന്ന ബാല തന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കുമോ എന്ന ചിന്തയിലായിരുന്നു. ഞാൻ എന്നാൽ ഇറങ്ങട്ടേടാ, ഇപ്പോൾ തന്നെ നേരം ഒരുപാടായി. ഇടയ്ക്ക് നീ വീട്ടിലേക്ക് വാ, അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ചോദിക്കാൻ വിട്ടുപോയി, ഹരിണി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അതിന് വരണ്ട പുഞ്ചിരി സമ്മാനിച്ചു ഹരീഷ്. നിനക്കറിയില്ലേ അവളുടെ സ്വഭാവം. അവൾ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അത് മാത്രമേ നടപ്പിലാക്കൂ. ഇടയ്ക്ക് കുറച്ചുനാൾ ബോംബെയിലായിരുന്നു, ഏതോ ഒരു ചാനലിൻ്റെ. ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടെയുണ്ട്. കുറച്ചുനാൾ ഒരു ബ്രേക്ക് വേണമെന്നാണ് പറയുന്നത്. ഹരി, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എത്ര ശ്രമിച്ചിട്ടും ആദിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്കറിയാവുന്ന പോലെ നിന്നെ മറ്റാർക്കാ അറിയുന്നത്? അവളുടെ കാര്യമോർത്ത് നീ വിഷമിക്കേണ്ട. ഞാൻ എപ്പോഴും നിന്റെ ഭാഗത്താണ്. ഹരീഷ് പോകുന്നത് നോക്കി ആദി അവിടെ തന്നെ നിന്നു. തിരികെ അകത്തേക്ക് കയറി വരുമ്പോൾ ഹരിണി ഒരു ചോദ്യചിഹ്നമായി ആദിയുടെ മുന്നിൽ. അകത്തേക്ക് കയറി വന്നിട്ടും തന്നോടൊന്നും മിണ്ടാതെ പോകുന്ന ആദിയെ കണ്ടപ്പോൾ ബാല സംശയത്തോടെ ശേഖരമ്മാവനെ നോക്കി. ഇനി എന്നെ പറഞ്ഞു വിടാൻ പോകുന്ന കാര്യം ശ്രീമംഗലത്തമ്മയോട് പറയാൻ പോയതായിരിക്കും ശങ്കരമ്മാവ. വെപ്രാളത്തോടു കൂടിയുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ അങ്ങനെയൊന്നും ആകില്ലെന്ന് ശേഖരമ്മാവനും ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ്, അതൊന്നുമല്ലായിരിക്കും. നീ പോയി നിന്റെ പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ നീ ഭക്ഷണം കഴിച്ചില്ലല്ലോ, കഴിക്കാൻ നോക്ക്. അലസമായി പറഞ്ഞുകൊണ്ട് ശേഖരമ്മാവൻ പുറത്തേക്കിറങ്ങി. ഹരി പോയോ അച്ചു? ശ്രീമംഗലത്തമ്മ ബെഡിൽ എഴുന്നേറ്റ് ചാരിയിരുന്നു. പോയമ്മേ, ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. ശ്രീബാലയെക്കുറിച്ച് അമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? അമ്മ അതെന്താ എന്നോടൊന്നും പറയാതിരുന്നത്? ഇവിടെ വന്നപ്പോൾ തന്നെ ശങ്കരൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത്ര ദിവസമായിട്ടും നിനക്കതൊന്നും അന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനു പറയണം? ശ്രീമംഗലയും വിട്ടുകൊടുത്തില്ല. അതല്ലമ്മേ, ഇത്രയും പ്രശ്നമൊക്കെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് ആ കൊച്ചിനെ ഇവിടെ നിർത്തണമോ? ഹരി പറഞ്ഞത് വെച്ചാണെങ്കിൽ അതിൻ്റെ അച്ഛൻ വൈകാതെ ജയിലിൽ നിന്നിറങ്ങും. നമ്മൾ വെറുതെ പൊല്ലാപ്പ് പിടിക്കണോ? അയാൾ ആദ്യം അന്വേഷിച്ച് വരുന്നത് ഇവിടെയായിരിക്കും. നിനക്ക് എന്നു മുതലാ അച്ചു ഇത്രയും പേടി വന്നു തുടങ്ങിയത്? മംഗലത്തമ്മ ആദിയെ സംശയത്തോടെ നോക്കി. അതല്ലമ്മേ, നമ്മളായി വെറുതെ ഒരു പ്രശ്നത്തിന് പോകണ്ടെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്നു മുതലാണ് നീ പ്രശ്നങ്ങളിൽ നിന്നും ഓടി ഒളിക്കാൻ തുടങ്ങിയത്? ഇത്രയുമൊക്കെ കൊള്ളരുതായ്മ ആ പെൺകുട്ടിയോട് ചെയ്തിട്ട് വീണ്ടും അവളെ അവിടെ തന്നെ പറഞ്ഞു വിടണമെന്നാണോ നീ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. വെറുതെ ആവശ്യമില്ലാത്ത പൊല്ലാപ്പിച്ചെന്ന് ചാടേണ്ടെന്ന് കരുതിയേ ഉള്ളൂ. ആ കൊച്ചിവിടെ നിന്നാലും ഇല്ലെങ്കിലും ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പോരെ? പറഞ്ഞുകൊണ്ട് ആദ്യം എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെയെല്ലാം കേട്ടുകൊണ്ട് ബാല നിൽപ്പുണ്ടായിരുന്നു. ഒരു നിമിഷം സാർ, ഞാൻ ഇവിടെ നിൽക്കുന്നത് സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ നാളെ മുതൽ വരുന്നില്ല. ഞാൻ കാരണം നിങ്ങൾ ആരുടെയും സമാധാനം പോകേണ്ട. അല്ലെങ്കിലും എൻ്റെ ജാതകം അങ്ങനെയാണ്. സഹായിക്കുന്നവർക്ക് എന്നെക്കൊണ്ട് ഉപദ്രവമേ ഉള്ളൂ. പറഞ്ഞുകൊണ്ട് ബാല അകത്തേക്ക് പോയി. വേണ്ടായിരുന്നു അച്ചു, അതൊരു പാവമായിരുന്നു.
എനിക്ക് കാണുമ്പോൾ ലക്ഷ്മി മോളെ ഓർമ്മ വരുമായിരുന്നു. അതിനോട് പോകേണ്ടെന്ന് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ശ്രീമംഗലത്തമ്മ ആദിയെ നോക്കി. എന്നാൽ അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. വൈകുന്നേരത്തേക്കുള്ള ചായയും പലഹാരവും ഒക്കെ ആക്കി മാറ്റിവെച്ചതിന് ശേഷം ബാല പുറത്തേക്കിറങ്ങി. പുന്നാമ്പുറത്തുകൂടി ഇറങ്ങുമ്പോഴാണ് പറമ്പിൽ നിന്നും കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങളുമായി വരുന്ന ശങ്കരമ്മാവനെ കാണുന്നത്. ആഹാ, മോളിന്ന് നേരത്തെ ഇറങ്ങിയോ? അയാൾ കയ്യിലിരിക്കുന്ന പൊതികൾ അവളുടെ നേർക്ക് നീട്ടി. വേണ്ട ശങ്കരമ്മാവ, ഞാൻ പോകുന്നു. നാളെ മുതൽ ഇവിടുത്തെ പണിക്ക് ഞാൻ വരില്ല. അമ്മാവൻ വേറെ ആരെയെങ്കിലും നോക്കിക്കൊടുക്കണേ. കണ്ണും അമർത്തി തുടച്ചുകൊണ്ട് അവൾ വേഗം നടന്നു. ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ശേഖരൻ വന്ന് വിളിക്കുമ്പോൾ ആദ്യം അമ്മയുടെ വീൽ ചെയർ ഉരുട്ടി ഡൈനിങ് ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും ശേഖരൻ ചായ പകർന്നു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ചു. പഴംപൊരിയും പ്ലേറ്റുകളിലേക്ക് എടുത്തു വെച്ചു. എവിടെയാ ശേഖര ബാലമോള്? അവളെ കണ്ടില്ലല്ലോ. അവൾ പോയി മംഗലത്തമ്മേ, ഇപ്പോൾ പോയതേ ഉള്ളൂ. പോയോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവൾ. അതൊരു പാവമാണ്. ആർക്കും ശല്യമാകരുതെന്ന് മാത്രമേ എപ്പോഴും ചിന്തിക്കൂ. അതിന് മതിയായി കാണും. പൊയ്ക്കോട്ടെ. ശേഖരമ്മാവൻ ചായയും കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി. വേണ്ടായിരുന്നു അച്ചു, അതിനെ മനസ്സ് വിഷമിപ്പിച്ച് പറഞ്ഞു വിടണ്ടായിരുന്നു. നീ പറഞ്ഞതൊക്കെ കേട്ട് കാണും. അതല്ലേ ഇവിടെ നിൽക്കേണ്ടെന്ന് തീരുമാനിച്ചത്. എന്തായാലും കഷ്ടമായി പോയി. പോട്ടെ, അങ്ങനെ ഇഷ്ടമില്ലാത്തടത്ത് നിൽക്കാൻ ആർക്കും പറ്റില്ല. ചായ മാത്രം കുടിച്ചുകൊണ്ട് ആ പഴംപൊരി അതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു മംഗലത്തമ്മ. എനിക്കൊന്ന് കിടക്കണം. നീ എന്നെ മുറിയിലാക്ക്. അമ്മയെ റൂമിലാക്കി ആദ്യ മുകളിലേക്ക് പോയി. നീ എന്താ മോളെ ഇന്ന് നേരത്തെ? അരിക്കുള്ള വെള്ളമിടാൻ വേണ്ടി കലം കഴുകി വയ്ക്കുമ്പോൾ അടുക്കളയിൽ ബാലയെ കണ്ടപ്പോൾ സുമ ചോദിച്ചു. കരഞ്ഞുകൊണ്ട് അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചു. ഞാനിനി അവിടെ പോകുന്നില്ല അമ്മേ. അവിടുത്തെ സാറിന് ഞാനവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. അയാൾ ജയിലിൽ നിന്ന് വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയല്ലോ എന്നാണ്. ഞാൻ ഇനി പോകുന്നില്ല. കരഞ്ഞുകൊണ്ട് തൻ്റെ മാറിലേക്ക് ചാഞ്ഞ മകളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ആ അമ്മ തേങ്ങലടക്കി. സാരമില്ല അമ്മയുടെ പൊന്നുമോള്, കരയേണ്ട. അല്ലെങ്കിലും ഈശ്വരൻ ഒരുപാട് ഇഷ്ടമുള്ളവരെ പരീക്ഷിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ സങ്കടങ്ങളെല്ലാം മുകളിലുള്ളൊരാൾ കാണുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു സുമ. സുമയെ കാണുന്നതിന് വേണ്ടി വന്നതായിരുന്നു ജയ. അമ്മയുടെയും മകളുടെയും സംസാരമൊക്കെ കേട്ടപ്പോൾ തന്നെ കാര്യമായി എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. എന്താടി, എന്തു പറ്റി? എന്തിനാ ബാലമോള് കരയുന്നത്? അമ്മയെയും മകളെയും ചെന്ന് പിടിച്ചു കുലുക്കിക്കൊണ്ട് ജയ ചോദിച്ചു. ഒന്നുമില്ല മാമി, പൊന്നുമംഗലത്ത് ഞാനിനി ജോലിക്ക് പോകുന്നില്ല. അതെന്താ മോളെ, എന്തു പറ്റി? ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? അതൊന്നുമില്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ. ജയിലിൽ നിന്ന് അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ അന്വേഷിച്ച് ചെല്ലുമോ എന്നൊക്കെ അവിടുത്തെ സാറിന്. വെറുതെ നമ്മൾ എന്തിനാ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത്? അവർ പറഞ്ഞോ നിന്നോട് ചെല്ലേണ്ടെന്ന്? ജയ്ക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. എന്നോട് വരേണ്ടെന്നൊന്നും ആരും പറഞ്ഞില്ല മാമി. പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്നും എനിക്കത് മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മളത് മനസ്സിലാക്കി മാറുകയല്ലേ വേണ്ടത്. ആരെയും ശല്യപ്പെടുത്താനും ഭാരമാവാനും ഞാനില്ല. ഞാനും നിങ്ങളോടൊപ്പം തൊഴിലുറപ്പിന് വന്നോളാം. അതാകുമ്പോൾ എനിക്ക് അമ്മയോടൊപ്പം നിൽക്കാമല്ലോ. പറഞ്ഞുകൊണ്ട് ബാല അകത്തേക്ക് കയറിപ്പോയി. എന്നാലും കൊള്ളാമല്ലോ. ഞാൻ ആ ശങ്കരേട്ടനെ ഒന്ന് കാണട്ടെ. അയാളോട് എനിക്ക് രണ്ട് പറയണം. വേണ്ടടി, വെറുതെ ആരോടും വഴക്കിന് പോകണ്ട. സുമ ജയയെ തടയാൻ നോക്കിയെങ്കിലും അതിനു മുന്നേ തന്നെ ജയ ഊടുവഴിയിലൂടെ പൊന്നുമംഗലത്തേക്ക് നടന്നിരുന്നു. ബാല പോയ സങ്കടത്തിൽ അകത്തേക്ക് പോലും കയറാൻ തോന്നാതെ ശങ്കരേട്ടൻ പിന്നാമ്പുറത്തിരിക്കുമ്പോഴാണ് ചവിട്ടിത്തുള്ളിയുള്ള ജയയുടെ വരവ്. വന്ന പാടെ തന്നെ ശങ്കരേട്ടൻ്റെ തൊട്ടു താഴെയുള്ള പടിയിലിരുന്നു. എന്നാലും എൻ്റെ ശങ്കരേട്ട, നിങ്ങൾ ഈ കാണിച്ചത് വല്ലാത്ത അന്യായമായി പോയി. ആ ബാലക്കൊച്ചിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? എന്നെങ്കിലും ജയിലിൽ നിന്ന് വരുന്ന തന്തയെ പേടിച്ച് ആ കൊച്ചിനെ ഇപ്പോഴേ ഇവിടെ നിന്ന് പറഞ്ഞു വിടേണ്ട എന്താവശ്യമായിരുന്നു? അല്ലെങ്കിലും നിങ്ങൾക്ക് പണക്കാർക്കൊക്കെ മനസാക്ഷി എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ അല്പം മനസാക്ഷി ഉണ്ടെന്ന് വിചാരിച്ച ഞങ്ങളൊക്കെ പൊട്ടന്മാരായി. ഇവിടെയെങ്കിലും ആ കൊച്ചിനല്പം സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതിയതാണ്. എന്ത് സന്തോഷത്തോടു കൂടിയാണ് കുഞ്ഞു ജോലിയും ചെയ്ത വീട്ടിലേക്ക് വരുന്നത്. ആ കുഞ്ഞിൻ്റെ സന്തോഷം മുഴുവനും തല്ലിക്കെടുത്തിയപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് കിട്ടി? അവളുടെ കരച്ചിലും കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്തായാലും ഞങ്ങളുടെ കൊച്ചിനെ നിങ്ങളുടെ വീട്ടിൽ വരുന്നില്ല. തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലുള്ള പെങ്കൊച്ചിനെ മറ്റെവിടെയെങ്കിലും പറഞ്ഞു വിടാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ്. സ്വന്തം തന്ത അല്ലെങ്കിലും
അയാൾ ആ പെങ്കൊച്ചിനോട് കാണിച്ച അനീതി അറിയാവുന്ന നാട്ടുകാരല്ലേ? ചിലരെങ്കിലും അവളോട് മോശമായി പെരുമാറാൻ വന്നാലോ എന്ന് ഞങ്ങൾ ഭയന്നു. ഇവിടെയാകുമ്പോൾ അവൾക്ക് ആ ഒരു കാര്യത്തിന് പേടി വേണ്ട. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അപമാനമൊന്നും നിങ്ങൾക്കിനി ഉണ്ടാവേണ്ട. പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും അഭിമാനമുണ്ട്, അത് നിങ്ങൾ മറക്കണ്ട. പറഞ്ഞുകൊണ്ട് വന്ന അതേ സ്പീഡിൽ തന്നെ ജയ തിരികെ പോയി. എല്ലാം കേട്ടുകൊണ്ട് ആദി ഹാളിൽ നിൽപ്പുണ്ടായിരുന്നു. ആദി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ മംഗലത്തമ്മ ശങ്കരനെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ആരാ ശങ്കര വന്നത്? അവിടെ എന്താ ബഹളം കേട്ടത്? അത് ആ ജയയാണ്. അവളാണ് ബാലമോളുടെ ജോലിയുടെ കാര്യം എന്നോട് പറഞ്ഞത്. ഇന്നിപ്പോൾ ആ കൊച്ച് ഇവിടുന്ന് പോയതിൻ്റെ ദേഷ്യത്തിൽ അവൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതാണ്. രാത്രത്തേക്കുള്ളതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഞാൻ അങ്ങ് പൊക്കോട്ടെ. എന്നാൽ ശങ്കരൻ പോകാൻ നോക്ക്. ഇന്നത്തെ ദിവസം കരഞ്ഞ് കരഞ്ഞ് കുഞ്ഞൊന്നും കഴിച്ചില്ലല്ലോ. ആദിക്കുഞ്ഞിനോട് പറഞ്ഞ് അതിനെന്തെങ്കിലും കഴിപ്പിച്ചിട്ട് വേണം കിടത്താൻ. ശങ്കരേട്ടൻ ഇറങ്ങിപ്പോകുന്നത് മുകളിൽ നിന്ന് ആദി കാണുന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഹരിയുടെ കോൾ കണ്ടപ്പോൾ ആദിക്ക് കാര്യം മനസ്സിലായി. അമ്മ വിളിച്ച് അവനോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ മറുപുറത്ത് നിന്ന് ഹരിയുടെ അലർച്ചയാണ് കേട്ടത്. എന്നാലും എൻ്റെ ആദി, നീ ഇത്രയ്ക്ക് മനസാക്ഷിയില്ലാത്തവനായി പോയോ? ആ കൊച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നീ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് അതിനെ പറഞ്ഞു വിടണമായിരുന്നോ? നീ എന്നു മുതലാണ് ഇങ്ങനെ ക്രൂരമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയത്? ഞാൻ അറിയുന്ന ആദിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനും പറയാനും കഴിയില്ല. അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാനാണ് നിന്റെ തീരുമാനം? ഇതുപോലൊരു കൊച്ചിനെ ആ പഞ്ചായത്തിലൊന്നും കിട്ടില്ല. അതോ കാല് വയ്യാതെ കിടക്കുന്ന മംഗലത്തമ്മയെ തന്നെ ഇനിയെല്ലാം വച്ചുണ്ടാക്കുമോ? ഞാനിനി നിന്നോടൊന്നും പറയാൻ വരുന്നില്ല. എനിക്ക് അവിടെ വരാൻ തോന്നിയ നിമിഷത്തെയാണ് ഞാനിപ്പോൾ ശപിക്കുന്നത്. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഹരി ഫോൺ കട്ട് ചെയ്തു. ചേട്ടൻ ആരോടാ ഇത്ര ദേഷ്യത്തിൽ സംസാരിച്ചത്? ആദിയും അമ്മയുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ? അവളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി അവളെല്ലാം കേട്ടുവന്ന്. കഴിഞ്ഞ 2 ആഴ്ചയായി ആദി ഇവിടെ എത്തിയിട്ട്. എന്നിട്ട് ചേട്ടൻ എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ മോളെ, നിനക്ക് വിഷമമുണ്ടാക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് കരുതി. കഴിഞ്ഞ 2 ആഴ്ചയായി ആദി ഇവിടെ എത്തിയിട്ട്. എന്നിട്ട് ചേട്ടൻ എന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ മോളെ, നിനക്ക് വിഷമമുണ്ടാക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് കരുതി. അങ്ങനെയൊന്നുമില്ല ചേട്ടാ, ഞാൻ അതൊക്കെ എപ്പോഴേ മറന്നു. അവൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഹരിക്കറിയാമായിരുന്നു അവളുടെ മനസ്സിൽ ആദിയാണെന്ന്. പരിചയപ്പെട്ട നാൾ മുതൽ ആദിയും ഹരിയും ഹരിണിയും ഒക്കെ നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ എപ്പോഴോ ഹരിണിക്ക് ആദിയോടുള്ള സ്നേഹത്തിൻ്റെ ചിത്രം വ്യക്തമായപ്പോൾ ആദി അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. ഒരിക്കലും ഹരിണിയെ അവന് ആ സ്ഥാനത്ത് കാണാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമേ ഹരിയോട് ആണ് അവനത് തുറന്നു പറഞ്ഞതും. പക്ഷെ അതിനുശേഷം ഒരിക്കൽ പോലും ഹരിണി മറ്റൊരാളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഒരുപാട് വിവാഹാലോചനകൾ വന്നുവെങ്കിലും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ അതിൽ നിന്നെല്ലാം ഒഴിവായി. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആദി തന്നെയാണെന്ന് ഹരിക്കും അമ്മയ്ക്കും അറിയാം. ഒരിക്കൽ സഹോദരിയുടെ വിഷമം സഹിക്കാൻ വയ്യാതെ ഹരി തന്നെ നേരിട്ട് ചോദിച്ചു ആദിയോട്, എൻ്റെ പെങ്ങളെ എന്താടാ നീ റിജക്റ്റ് ചെയ്തത്? നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അവൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ ആദി സങ്കടത്തോടെ ഹരിയെ നോക്കി. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന നീയാണോ ഹരി എന്നോടിങ്ങനെ ചോദിക്കുന്നത്? പെങ്ങളെപ്പോലെ കണ്ടവളെ ഒരിക്കലും ഭാര്യയുടെ സ്ഥാനത്തേക്ക് സങ്കല്പിക്കാൻ എനിക്ക് കഴിയില്ല. നിന്റെ അനിയത്തിയെ ഞാൻ എൻ്റെ അനിയത്തിയായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അവളെ എങ്ങനെയാണ് ഞാൻ? അതോടുകൂടി പിന്നീട് അവരുടെ ഇടയിൽ ഹരിണി എന്നൊരു നാമധേയമേ കടന്നു വന്നിട്ടില്ല. ഒരിക്കലും ഹരി അതിനുള്ള ഇട നൽകിയിട്ടില്ല എന്നതാണ് സത്യം. എന്താ ആലോചനയിലാണ്ട് നിൽക്കുന്ന ഹരിയെ ഹരിണി വിളിച്ചു. ഇപ്പോൾ എന്താ ഏട്ടാ നിങ്ങൾക്കിടയിലെ പ്രശ്നം? ഞാനാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല മോളെ. മംഗലത്തമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അവിടെ ജോലിക്ക് നിൽക്കാൻ ഒരാളെ അന്വേഷിക്കുന്ന തിരക്കിലാണ്. അതിനെക്കുറിച്ച് ഒന്നും രണ്ടും പറഞ്ഞ് ഞാനും അവനും ചെറുതായിട്ടൊന്ന് തെറ്റി, അത്രയുള്ളൂ. ബാലയെക്കുറിച്ച് മനഃപൂർവ്വം അവളോട് പറയാതിരിക്കാൻ ഹരി ശ്രദ്ധിച്ചു. രാവിലെ അമ്മയോടൊപ്പം എഴുന്നേറ്റ് പതിവ് പോലെ ജോലിയെല്ലാം ചെയ്യുകയായിരുന്നു ബാല. നിന്റെ തീരുമാനത്തിന് മാറ്റമില്ലേ മോളെ? സുമ ബാലയെ നോക്കി. അമ്മയുടെ കൂടെ പണിക്ക് വരുന്നതിന് എനിക്കൊരു നാണക്കേടുമില്ല. രാവിലെ നമുക്ക് ഒരുമിച്ച് പോയി വൈകുന്നേരം ഒരുമിച്ച് മടങ്ങി വരാം. ഇനിയും അമ്മ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കണ്ട. സുമ പിന്നെ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ നിന്നില്ല. രാവിലെ ഉണ്ണിക്കുട്ടനും ലക്ഷ്മിക്കുമുള്ള ഭക്ഷണം എടുത്തു വയ്ക്കുമ്പോൾ
ലക്ഷ്മി ഭക്ഷണം മനഃപൂർവ്വം എടുക്കാതെ പോയി. പിന്നാലെ കുറച്ചു ദൂരം ബാല കൊണ്ടു ചെന്നെങ്കിലും അവൾ അത് വാങ്ങിയില്ല. ലക്ഷ്മിയുടെ ആ പെരുമാറ്റം ബാലയെ വേദനിപ്പിച്ചുവെങ്കിലും സുജ അവളെ സമാധാനപ്പെടുത്തി. പട്ടിണി ഇരുന്നു എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല. അവൾക്ക് അഹങ്കാരമാണ്. നീ പിന്നാലെ എന്തിനാ കൊണ്ടുപോകാൻ നിൽക്കുന്നത്? വിശപ്പുണ്ടെങ്കിൽ അവൾ കൊണ്ടുപോകും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കുകയോ എന്തുമായിക്കോട്ടെ. എനിക്കറിയാൻ മേല അതിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് തന്നെ ദിവസങ്ങൾ എത്രയായെന്നറിയാമോ? ഒന്നുകിൽ മുറി അടച്ചിരിക്കും, അല്ലെങ്കിൽ 24 മണിക്കൂറും ആ ഫോണുമായി ഇരിക്കും. 2 പേർക്കും കഴിക്കാനുള്ള ഭക്ഷണവും പൊതിഞ്ഞെടുത്തുകൊണ്ട് നേരെ ജയയുടെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ജയയെയും കൂട്ടി 3 പേരും കൂടിയാണ് കലിങ്ങിൻ്റെ പണിക്ക് പോയത്. ബാലയെ കൂടെ കൂട്ടുന്നതിന് സുമയെപ്പോലെ തന്നെ ജയയ്ക്കും ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവൾ എന്തു പറഞ്ഞിട്ടും പിന്മാറാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ കൂടെ കൂട്ടി. പണിസ്ഥലത്തെത്തുമ്പോൾ അവിടെ പരിചയക്കാരായ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഒപ്പം കമല നിൽക്കുന്നത് കണ്ടപ്പോൾ ജയ സുമയെ നോക്കി. ഓ, ജയയുടെ റെക്കമെൻഡേഷനിൽ പൊന്നുമംഗലത്തെ ഉദ്യോഗമൊക്കെ പോയോ? ഇപ്പോൾ തൊഴിലുറപ്പിന് വന്നിരിക്കുന്നു. ജയയെ നോക്കി ആവശ്യത്തിന് പുച്ഛം വാരി വിതറിക്കൊണ്ടാണ് കമല അത് ചോദിച്ചത്. എന്തോ പറയാൻ തുടങ്ങിയ ജയയെ സുമ നിർബന്ധിച്ച് പിടിച്ചു മാറ്റി. അവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ മറുപടി പറയാൻ നിൽക്കണ്ട. കാര്യമുണ്ടോ? ഇങ്ങോട്ട് വന്നേ, നമുക്ക് ജോലി നോക്കാം. വെയിൽ കനക്കുന്നതിന് മുമ്പ് ചെയ്തു മാറിയാൽ എളുപ്പമാവും. എന്നാൽ കൂടെ ജോലി ചെയ്യുന്ന 3-4 സ്ത്രീകൾക്ക് അവൾ ജോലിക്ക് വന്നതിൽ വല്ലാത്ത സങ്കടം തോന്നി. പഠിക്കാൻ കഴിവുള്ള നല്ലൊരു പെങ്കൊച്ച്, കാണാനും കൊള്ളാം. അതിനെ ഈ പണിക്ക് കൊണ്ടുവന്നതിന് സുമയെ പലരും കുറ്റപ്പെടുത്തി. എന്നാൽ സുമയും ജയയും അതൊന്നും കാര്യമാക്കിയില്ല. ആര് പറഞ്ഞാലും ബാല തൻ്റെ തീരുമാനം മാറ്റില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എങ്കിലും കമലം കൂടെ നിൽക്കുന്നവരോട് ബാലയെക്കുറിച്ചും ജയയെക്കുറിച്ചുമൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വലിയ പുളിങ്കൊമ്പ് നോക്കി ഉദ്യോഗത്തിന് പോയതാണ്, എന്തു പറ്റിയോ ആവും അവിടുന്ന് പറഞ്ഞു വിടാൻ. ഞാൻ ശേഖരേട്ടനെ കണ്ടപ്പോൾ ആവതും പറഞ്ഞതാണ് ഞാൻ വന്ന് ജോലി ചെയ്തു കൊടുക്കാമെന്ന്. അന്നേരം അങ്ങേർക്ക് ജയയ്ക്ക് കൊടുത്ത വാക്കായിരുന്നു വലുത്. ഇപ്പോൾ എന്തായി? പിന്നെയും എന്തൊക്കെയോ പറയുകയും കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കമലം. അതിനൊക്കെ മറുപടി പറയാൻ പോകുന്ന ജയയെ ബാലയാണ് പിടിച്ചു നിർത്തിയത്. അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോകട്ടെ ജയമാമി, അതിനൊന്നും മറുപടി പറയേണ്ട. വെറുതെ നമുക്ക് വഴക്ക് വേണ്ട. ബാല അത്രയും പറയുമ്പോൾ ജയയ്ക്കും ഒന്നും പറയാൻ വയ്യ. പതിവ് പോലെ ഉച്ചയ്ക്ക് കഴിക്കാനിറങ്ങിയതായിരുന്നു ആദി. കലിങ്ങിൻ്റെ പണി നടക്കുന്ന സ്ഥലത്തുകൂടി വേണം അവന് പൊന്നുമംഗലത്തേക്ക് പോകാൻ. കാറിൽ അതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ കണ്ടു അമ്മയോടൊപ്പം നിന്ന് ജോലി ചെയ്യുന്ന ബാലയെ. ഒരു നോട്ടമേ നോക്കിയുള്ളൂ. അപ്പോഴേക്കും അവന് ആളെ മനസ്സിലായി. വെയിൽ കൊണ്ട് വാടി തളർന്ന മുഖവുമായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ ആദിക്ക് വിഷമം തോന്നി. വീട്ടിലെത്തി കാർ പാർക്ക് ചെയ്യുമ്പോൾ പറമ്പിലൂടെയുള്ള ഊടുവഴിയിൽ കൂടി സ്പീഡിൽ അകത്തേക്ക് നടന്നു വരുന്ന സ്ത്രീയെ കണ്ടു. ആദി കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് കയറി. അപ്പോൾ കേൾക്കാം പിൻവശത്തു നിന്നും ഉറക്കെയുള്ള സംസാരം. അകത്തേക്കുള്ള ഗോവണിപ്പടി കയറാൻ തുടങ്ങിയതും അവൻ അത് കേട്ടുകൊണ്ട് അവിടെ തന്നെ നിന്നു. എന്തിനാ ശങ്കരേട്ടാ അവളെ അവിടുന്ന് പറഞ്ഞയച്ചത്? തൊലിവെടുപ്പ് കൂടിയത് കൊണ്ട് ഇതിനെയൊന്നും വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇവിടുത്തെ സാറിൻ്റെ മെക്കിട്ട് കയറാൻ നോക്കിയോ? കമല ശങ്കരേട്ടനോട് ചോദിച്ചു. ഭ, ചൂലേ, ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ നിന്റെ അണപ്പല്ലി ഞാൻ അടിച്ച് താഴെയിടും. മോളുടെ പ്രായമുള്ള ആ കൊച്ചിനെക്കുറിച്ച് നീ എന്തൊക്കെയാടി ഈ പറഞ്ഞു പരത്തുന്നത്? എല്ലാവരോടും കിടന്ന് വളവള അടിക്കുന്നത് പോലെ ഇവിടെ വന്ന് സംസാരിച്ചാൽ നിന്റെ നട്ടലി ചവിട്ടി ഞാൻ ഇളക്കും. പഠിക്കാൻ കഴിവുള്ള ഒരു കൊച്ച് അംഗൻവാടിയിൽ ടീച്ചർ ഉദ്യോഗസ്ഥൻ നോക്കിക്കൊണ്ടിരുന്ന അതിനെ ഇവിടെ അടുക്കളപ്പണിക്ക് നിർത്തിയാൽ ദൈവം പോലും സഹിക്കില്ല. അതുകൊണ്ട് മറ്റെവിടെയെങ്കിലും പോയി പണി നോക്കാൻ പറഞ്ഞു. ഓ, നിങ്ങളുടെ ചാട്ടവും തുള്ളലും ഒക്കെ കേട്ടാൽ തോന്നുമല്ലോ അവളിപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗമാണ് നോക്കുന്നതെന്ന്. അവളിപ്പോൾ ഞങ്ങളുടെ കൂടെ കലിങ്ങിൻ്റെ തൊഴിലുറപ്പ് പണിക്കാണ് വരുന്നത്. അടുക്കളപ്പണിയേക്കാൾ എന്തായാലും ഭാരം കുറഞ്ഞ ജോലിയായിരിക്കും. പരിഹാസത്തോടു കൂടിയുള്ള കമലത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശങ്കരേട്ടൻ ഒന്നും പറയാതെ മിണ്ടാതെ നിന്നു. ഓ, നിങ്ങളൊരു വലിയ മുതലാളിമാർ. ശങ്കരേട്ട, ഇവിടെ ജോലിക്ക് ആളായോ? ഇല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വരാം. ആ കല്ലിൻ്റെ പണി ചെയ്യാൻ പറ്റുകയില്ല. അത്രത്തോളം പ്രയാസമാണ് പൊരി വെയിലത്ത്. ഇതാവുമ്പോൾ കുറച്ചു പണിയല്ലേ ഉള്ളൂ. അടുക്കളയിൽ ഞാൻ വന്ന് ചെയ്തു വയ്ക്കാം. ഇവിടെ ഇപ്പോൾ തൽക്കാലം എനിക്ക് ചെയ്യാവുന്ന ജോലിയേ ഉള്ളൂ. അത് ഞാൻ തന്നെ വെടിപ്പായി ചെയ്തു കൊള്ളാം. നീ നിന്റെ പണി നോക്ക്. ഓ, നമ്മൾ വയസ്സും പ്രായവും ആയതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ചെറുപ്പക്കാരെ മാത്രമല്ലേ പിടിക്കൂ.
കമലം വീണ്ടും വഴക്കിന് ആരംഭമിട്ടപ്പോൾ ശങ്കരേട്ടൻ വാതിൽ വലിച്ചടച്ച് അകത്തേക്ക് കയറി. വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് വരുമ്പോൾ കണ്ടു എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആദിയെ. കുഞ്ഞിതൊന്നും കാര്യമാക്കേണ്ട, നാട്ടുമ്പുറമല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചില കുത്തിത്തിരിപ്പുകളൊക്കെ കാണും. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റേ ചെവിയിൽ കൂടി കളഞ്ഞാൽ മതി. എന്നെ കൊണ്ടാവുമ്പോഴൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൈ കഴുകി വന്നാൽ വിളമ്പാം. രാവിലെ തിരക്കുള്ള ജോലി ആയതുകൊണ്ട് ഒന്നും കഴിക്കാതെയാണ് സൈറ്റിലേക്ക് പോയത്. എന്നാൽ ഉച്ചയായപ്പോൾ വല്ലാത്ത വിശപ്പ് തോന്നി കഴിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ വിശപ്പെല്ലാം കെട്ടുപോയി. അമ്മയുടെ മുറിയിലേക്ക് കയറുമ്പോൾ കണ്ടു മോൻകുട്ടൻ ഉറക്കമാണ്. നെറ്റിയിൽ തുണി നനച്ചിട്ടിരിക്കുന്നത് കണ്ട് ആദി വെപ്രാളത്തോടു കൂടി വന്നു. ഇതെന്താ അമ്മ, മോന് പനിയായോ? എന്നെ എന്താ വിളിക്കാത്തത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ? ഇന്നലെ മുതലേ നേരെ ചൊവ്വേ ആഹാരം കഴിക്കുന്നില്ല. അതുപോലെ തന്നെ വാശിയോടെയുള്ള കരച്ചിലും. അതിൻ്റെ ചെറിയ പനിക്കോളാണ്. മരുന്നുണ്ടായിരുന്നത് കൊടുത്ത് ദേഹം തുടച്ചു നെറ്റിയിൽ തുണിയും വെച്ചിട്ടുണ്ട്. നീ എന്താ ഒന്നും കഴിക്കാത്തത്? വിശക്കുന്നില്ലേ? എനിക്കിപ്പോൾ വേണ്ടമ്മ, വല്ലാത്ത തലവേദന, അല്പം കിടക്കണം. ആദ്യ മുറിയിലേക്ക് പോയി. എന്തുകൊണ്ടോ മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞു. ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. വിശപ്പും എല്ലാം കൂടി ആയപ്പോൾ അതുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ള സമാധാനം കൂടി പോയി. ഡ്രസ്സ് പോലും മാറാതെ നേരെ ബെഡിലേക്ക് കയറി കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ തട്ടി വിളിക്കുന്നത് കേട്ടാണ് ഉണർന്നത്. നോക്കുമ്പോൾ ശേഖരേട്ടനാണ്. കയ്യിൽ ഒരു കപ്പ് ചായയുമായി വന്ന് വിളിക്കുന്നതാണ്. തലവേദനയാണെന്ന് മംഗലത്തമ്മ പറഞ്ഞു. ഇത് കുടിച്ചിട്ട് കിടക്ക്. എനിക്ക് വലിയ പാചകമൊന്നും പിടിയില്ല കുഞ്ഞെ, എങ്കിലും ആകുന്നത് പോലെ ചെയ്തിട്ടുണ്ട്. കാരണം ബാല ഇട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ചായ ഇടാൻ എത്ര നോക്കിയിട്ടും ശങ്കരേട്ടനെ കൊണ്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ചൂടുള്ള ചായ കുടിച്ചപ്പോൾ തലവേദനയ്ക്ക് ശമനം വന്നു എന്നല്ലാതെ ഉന്മേഷമൊന്നുമില്ല. കൺസെഷൻ കമ്പനിയിൽ വിളിച്ച് റിസപ്ഷനിസ്റ്റ് സ്നേഹയോട് താൻ ഇന്നിനി വരുന്നില്ലെന്ന് പറഞ്ഞു. 1-2 അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരുന്നതൊക്കെ ക്യാൻസൽ ചെയ്യാനും. ബാല തൊഴിലുറപ്പിന് നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും സ്കൂൾ വിട്ട് അതുവഴി വന്നത്. മണ്ണും പൊടിയും മറ്റും വെയിലും കൊണ്ട് നിന്ന് ജോലി ചെയ്യുന്ന അവളെ കണ്ടപ്പോൾ ലക്ഷ്മിക്ക് സന്തോഷം തോന്നി. 3 മാസം അംഗൻവാടിയിൽ ടീച്ചർ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ബാല മൊത്തത്തിലൊന്ന് മിനുങ്ങിയിരുന്നു. അത് കണ്ടപ്പോൾ മുതൽ ലക്ഷ്മിക്ക് വല്ലാത്ത അസൂയ മുളപൊട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ മണ്ണും പൊടിയും വെയിലും നിന്നും അവൾ ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷം. പൊന്നുമക്കളത്ത് ജോലിക്ക് പോകുമ്പോഴും അവൾക്ക് വലിയ ക്ഷീണമൊന്നുമില്ലായിരുന്നു. ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും ശങ്കരേട്ടൻ വന്ന് വിളിക്കുമ്പോഴാണ് ആദി ഉണരുന്നത്. കുഞ്ഞേ, ആദിക്കുഞ്ഞേ, മോനൂട്ടന് വല്ലാത്ത പനി, എഴുന്നേറ്റേ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മോൻ വേഗം വണ്ടി ഇറക്കാൻ നോക്ക്. ആദി ചാടി എഴുന്നേറ്റ് മുഖമൊന്ന് കഴുകി കാറിൻ്റെ ചാവിയുമായി പുറത്തേക്ക് വരുമ്പോൾ ശങ്കരേട്ടൻ കുഞ്ഞിനെയും കൊണ്ട് കാറിൽ കയറി. ആദിയുടെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പാഞ്ഞു. ഏകദേശം 25 മിനിറ്റോളം എടുത്തു ഹോസ്പിറ്റലിലെത്താൻ. പഞ്ചായത്തിൽ തന്നെയുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടറെ കാണിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് പനി നല്ല കൂടുതലായിരുന്നു. ഇത്രയും നേരം പനി കൂടാനായി വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഡോക്ടർ ഒരുപാട് വഴക്ക് പറഞ്ഞു. ആദിയെ അല്പസമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിന് പനിച്ച് ഫിറ്റ്സ് വരുമായിരുന്നു. ഇഞ്ചക്ഷൻ ട്രിപ്പും ഒക്കെ ഇടേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ആദിയുടെ ചിന്ത മുഴുവനും വീട്ടിൽ തനിച്ചായിരിക്കുന്ന അമ്മയെക്കുറിച്ചായിരുന്നു. ഏകദേശം 10 മണിയോളമായി അവർ തിരികെ വീട്ടിലെത്താൻ. കുഞ്ഞിനെയും കൊണ്ട് ആദി റൂമിലേക്ക് വരുമ്പോൾ അമ്മയുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ബാലയെ കണ്ടു. ആദ്യമുണ്ടായ ഞെട്ടൽ മറച്ചു പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കൊണ്ട് കിടത്തി. കുഞ്ഞിൻ്റെ നെറ്റിയിലൊന്ന് തലോടി കുഞ്ഞി കയ്യിൽ ഒരു മുത്തവും കൊടുത്തുകൊണ്ട് ബാല ആദിയെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പുറത്തേക്കിറങ്ങി. ശങ്കരമാവൻ എന്നെ വീട് വരെ വിടാവോ? അതിനെന്താ മോളെ, വാ, ഞാൻ നിന്നെ അങ്ങോട്ടാക്കിയിട്ട് വീട്ടിലേക്ക് പോകാം. അയാളുടെ പിന്നാലെ നടക്കുമ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും അവൾ ആദിയെ ശല്യം ചെയ്തില്ല. ബാല എപ്പോഴാ അമ്മേ വന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ശങ്കരൻ വിളിച്ചവളെ അറിയിച്ചു. ഞാനിവിടെ തനിച്ചായാണെന്ന്, മോനൂട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും അത് കേട്ട് വന്നതാണ്.